തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ കാണാതായ ജോയ്ക്കായുള്ള തിരച്ചിൽ 31 മണിക്കൂറിലാണ്. സ്കൂബ ടീമും NDRFും സംയുക്തമായാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയും തിരച്ചിലിനായി എത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടീമും രക്ഷാദൌത്യത്തിലുണ്ട്. നിലവിൽ തോട്ടിലെ വെള്ളം പമ്പ് ചെയ്ത് ചെളി നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ജോയിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ബാജിക്കൂട്ട് റോബോട്ട് സംവിധാനം വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സ്കൂബ ടീം നേരിട്ട് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് VS ആണ് ചേരുന്നത്. അനുരാഗ്, നമ്മൾ പറയുന്ന പോലെ കൈമറന്ന് മെയ്മറന്നുള്ള രക്ഷാപ്രവർത്തനം, 2 പകലും 1 രാത്രിയും നീണ്ട രക്ഷാപ്രവർത്തനം, മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തു NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘം. അവരിപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ജോയിയെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും ഇനിയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ്? നിലവിലെ സാഹചര്യം? 117 മീറ്ററാണ് ഈ ടണലിന്റെ ആകെ നീളമെന്നാണ് കണക്കാക്കുന്നത്. ഇവിടെയെല്ലാം പ്രാഥമിക പരിശോധന സ്കൂബ ടീം നേരിട്ടിറങ്ങി തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇവിടെയൊന്നും പക്ഷേ ജോയിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് തിരിച്ചടിയാകുന്നത്. അതിനൊപ്പം തന്നെ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന ഇവിടെ രാവിലെ തന്നെ മനുഷ്യ ശരീരമെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂബ ടീം തന്നെ അവിടെ നേരിട്ടെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഫ്ലഷിംഗ് പ്രോസസ് നടത്തുന്നത്. 5ാമത്തെ പ്ലാറ്റ്ഫോമിനരികിലുള്ള ഒരു മാൻഹോൾ വഴി വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് ഈ ടണലിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശക്തിയായി തന്നെ ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ച് പുറന്തള്ളുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ മറ്റ് മാൻഹോൾ വഴിയും മറ്റിടങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്യും. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ NDRFിന്റെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും സംയുക്തമായി പരിശോധന രാവിലെ മുതൽ ഒരു വിശ്രമം പോലും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാത്രിയോടുകൂടി തന്നെ കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘം എത്തുകയും ചെയ്യും. അത്യാധുനിക സംവിധാനങ്ങളുമായാണ് ആ സംഘം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യ രീതിയിലുള്ള എല്ലാ പരിശോധനയും ഇവിടെ പൂർത്തിയായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പരിശോധന കൂടി നടത്തുന്നു. അല്പസമയത്തിനകം മന്ത്രി വി ശിവൻകുട്ടി കൂടെ ഇവിടെ എത്തുകയും ചെയ്യും. നേരത്തെ കളക്ടറും സബ് കളക്ടറും മേയറൊക്കെയും നേരിട്ടെത്തിയാണ് ഈ തെരച്ചിൽ നടപടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ പരിശോധനയിൽ ഇതുവരെയും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യസമയമാവുകയാണ്. വെളിച്ചം തിരിച്ചടിയാവുകയും ചെയ്യും. അടുത്ത രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ജോയിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയായിരുന്നു. നേരത്തെ ഈ ദൃശ്യങ്ങൾ റോബോട്ടിക്സ് ക്യാമറ കണ്ടെത്തിയപ്പോൾ തന്നെയും ജോയിലേക്ക് എത്തി, ജോയിലെ അടുത്തെത്തി സ്കൂബ ടീം എന്നുള്ള രീതിയിലായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഈ തെരച്ചിലൊന്നും തന്നെയും കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ്. ഈ റെയിൽവേ സംഘം ഈ ടണലിന്റെ പൂർണ്ണ സ്കെച്ചും ഈ തെരച്ചിൽ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഡീവിയേഷൻ എവിടെയൊക്കെ തിരിവുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ ഈ പരിശോധന നടത്തിയ ഘട്ടത്തിലൊക്കെയും ഇത്രയും ദൂരം, ഈ ജോയിയെ കാണാതായത് മുതലുള്ള ദൂരം, ഇത്രയും ദൂരം 100 മീറ്ററിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലും ഒഴുകിപ്പോകാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം മാലിന്യം ഈ ടണലിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വലിയ ചാക്കുകളിലും കവറുകളിലും ഒക്കെയും ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിലൂടെ ഈ ഒഴുകിപ്പോകാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല എന്നുള്ളതായിരുന്നു സ്കൂബ ടീമിന്റെ നിഗമനം. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടി പരിശോധന എന്തായാലും നടത്തി. ഈ കാണാതായ സ്ഥലത്തൊക്കെയും പരിശോധന നടത്തി. അവിടെ ഒന്നും കണ്ടെത്താനാകാത്തത് കാരണം മറ്റിടങ്ങളിലേക്കും, ഒരു സാധ്യതയില്ല എന്ന് തള്ളിക്കളഞ്ഞ ഇടങ്ങളിലേക്കും സ്കൂബ ടീം പരിശോധന നേരിട്ടിറങ്ങി തന്നെ നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഫ്ലഷിംഗ് പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോം, അതായത് അവസാന ഭാഗത്ത്, ഈ ടണലിന്റെ അവസാന ഭാഗത്ത് ഉള്ള മാലിന്യങ്ങളാണ് പുറത്തേക്ക് തള്ളുന്നത്. അതിനുശേഷം മറ്റിടങ്ങളിലും ഇതേ പ്രോസസ്സ് നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് സ്കൂബ ടീം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വിശ്രമമില്ലാത്ത പരിശ്രമം തന്നെയാണ് ജോയിക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. രാവിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിലും 3ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിലും, അതായത് തുടക്കത്തും ഈ ടണലിന്റെ തുടക്ക ഭാഗത്തും നടുഭാഗത്തും ഇപ്പോൾ അവസാന ഭാഗത്തും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ഥലങ്ങളെല്ലാം സ്കൂബ ടീം പരിശോധന നടത്തുകയും ചെയ്തു. ഇവിടെ ഒന്നും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ക്യാമറ ഉപയോഗിച്ച്, റോബോട്ടിക്സ് ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നു. ഇവിടെ ഒന്നും ജോയിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്തു, അത് തിരിച്ചടിയാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ പെയ്ത മഴ അപ്പോൾ തന്നെ മാറുകയും ചെയ്തു. ഇപ്പോൾ സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സന്ധ്യ സമയമായിരിക്കുന്നു. രാത്രിയോട് കൂടിയാകുമ്പോൾ 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ സ്വാഭാവിക വെളിച്ചം മാറുകയും ചെയ്യും. അപ്പോഴൊക്കെയും ഈ രക്ഷാപ്രവർത്തനത്തിന് അത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ സമയത്തോടു കൂടി തന്നെ നേവി സംഘം മറ്റ് അത്യാധുനിക സംവിധാനങ്ങളുമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും രാവിലെ മുതൽ, ഇന്നലെ
ഇന്നലെ ആരംഭിച്ച ഈ സ്കൂബ ടീമിന്റെ പരിശ്രമം അത് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. അതിനുശേഷം ഒരു വിശ്രമം പോലും ഇല്ലാതെ അവർ ഇപ്പോഴും ജോയിക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒന്നും കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 100 മീറ്ററിനുള്ളിൽ തന്നെ ജോയി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. കാരണം അത്രത്തോളം ഒഴുകിപ്പോകാൻ ഒരു സാധ്യതയും ഈ മാൻഹോളിലൂടെ ഇല്ല, അല്ലെങ്കിൽ ടണലിലൂടെ ഇല്ല എന്നുള്ള ഒരു നിഗമനം തന്നെ ഉണ്ട്. പക്ഷേ ഈ മാലിന്യത്തിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെയും തിരിച്ചടിയുണ്ട്. കാരണം ഈ ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ ചുമന്നുകൊണ്ടാണ് ഇവർ ഈ ടണലിനുള്ളിലൂടെ പോകുന്നത്. ആ സമയത്ത് മാലിന്യത്തിനിടയിലൂടെ പോകുമ്പോൾ അത് തടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം ഈ ടണലിന്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും മാലിന്യമാണ്. വലിയ വലിയ ചാക്കുകളിലാണ് ഈ മാലിന്യം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈകൊണ്ട് വകഞ്ഞു മാറ്റാനുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. അതിനൊപ്പം ഇതിലൂടെ കടന്നു പോകാനുള്ള പ്രതിസന്ധിയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടർ പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് കടന്നു പോകുക വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. സാധ്യമായ രീതിയിലെല്ലാം ഈ സ്കൂബ ടീം സംഘം ടണലിലൂടെ പരിശോധന നടത്തിയത്. അതിൽ 117 മീറ്ററിൽ ഏകദേശം ഇടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള, ഈ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോയി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും കൃത്യമായി തന്നെ വിശദമായി തന്നെ പരിശോധിച്ചു എന്ന് തന്നെ സ്കൂബ ടീം പറയുന്നു. ഇനി ഈ മാലിന്യത്തിനിടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാണ് ഈ ഫ്ലഷിംഗ് പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിനരികിൽ നിന്നും അവസാന ഭാഗത്തേക്ക്, ഈ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് മാലിന്യം തള്ളി നീക്കുന്നു. ഹൈ പ്രഷറിൽ ഈ വെള്ളം കടത്തിവിട്ടുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ച് ഈ ടണലിന്റെ പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റിടങ്ങളിലേക്കും നടത്തുമെന്ന കാര്യം കൂടി മേയർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ റെയിൽവേക്കെതിരെ നിയമ നടപടിക്ക് നഗരസഭ ഒരുങ്ങുന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടു. അതിനൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെടുന്നു, നഗരസഭയോട് റിപ്പോർട്ട് തേടി. ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവമായി ഈ ഒരു സംഭവം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജോയിയെ കണ്ടെത്താനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തകർ അവരാൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കുറച്ച് നേരത്തെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു, ഈ മാൻഹോളിലൊക്കെ ഇറങ്ങി കടുത്തറ്റം വരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രക്ഷാപ്രവർത്തകരെ, സ്കൂബ ഡൈവേഴ്സിനെ കുറച്ച് നേരം നമ്മൾ സ്ക്രീനിൽ കണ്ടതാണ്. അവരെ കഴുത്തോളം വെള്ളത്തിൽ, ആ മലിനജലത്തിൽ, ആ മാൻഹോളിൽ മുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവരത് ചെയ്യുന്നു. എങ്കിൽ തന്നെ ഉയരുന്ന ഒരു കാര്യമുണ്ട് അനുരാഗെ. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ, ഒന്ന് അകപ്പെട്ടു പോയാൽ നമ്മളെ ഒന്നും പുറത്തെത്തിക്കാൻ തക്ക സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ചിന്തകൾ അധികാരികൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ കാര്യം. കാരണം ഒരു മനുഷ്യജീവൻ ഇത്തരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ, ഏതാണ്ട് 30 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സമയത്തൊന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ ഒരു സംവിധാനം റെയിൽവേക്ക് ഈ ഭാഗത്തില്ല എന്ന് നഗരസഭാ മേയർ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നു. നേരത്തെ പലതവണ ഇത്തരത്തിൽ മാലിന്യം സംസ്കരിക്കാൻ ഈ വെള്ളക്കെട്ടിനൊക്കെയും, തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനൊക്കെയും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ പലതവണ റെയിൽവേക്ക് കത്തയച്ചിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ തുടക്കത്തിൽ തന്നെ നഗരസഭയും റെയിൽവേയും പരസ്പരം പഴിചാരുന്നു. അത് നിയമ നടപടിയിലേക്ക് കടക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. അപ്പോഴൊക്കെ തന്നെയും ഈ ഒരു മനുഷ്യജീവൻ ഇവിടെ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ സംഭവം. പലതരത്തിലുള്ള ടീമുകൾ എത്തുന്നു, NDRF സംഘം എത്തുന്നു, ഫയർഫോഴ്സ് സംഘം എത്തുന്നു, അതോടൊപ്പം തന്നെ സ്കൂബ ടീം സംഘം എത്തുന്നു, പല രാഷ്ട്രീയ സംഘടനകളിലുള്ള ആളുകൾ എത്തുന്നു. ഇപ്പോൾ നേവി തന്നെ കൊച്ചിയിൽ നിന്ന് എത്താൻ പോകുന്നു. അപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുന്നത് ജോയി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 117 മീറ്റർ നീളമുള്ള ഒരു ചാനൽ, അതിൽ ഏകദേശം ഇടങ്ങളിലും പരിശോധന മനുഷ്യർ തന്നെ ഇറങ്ങി നടത്തുന്നു, കണ്ടെത്താനാകുന്നില്ല. അവസാനം റോബോട്ട് എത്തുന്നു, റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു, അപ്പോഴും കണ്ടെത്താനാകുന്നില്ല. വീണ്ടും നേവിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന കാര്യം അവർ ഇവിടെ എത്തുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുമുള്ളൂ. അപ്പോഴും പല രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നു, മനുഷ്യർ നേരിട്ടെത്തി പരിശോധന നടത്തുന്നു, റോബോട്ട് ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. അപ്പോഴൊന്നും ഈ ഒരു മനുഷ്യജീവൻ
മനുഷ്യജീവനെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ വിഷയം. അതിനൊപ്പം ചെയ്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഒരു അപകടം ഉണ്ടായാൽ അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അധികാരികൾക്കില്ല എന്ന് തന്നെയാണ് മറ്റൊരു മറുവശം എന്ന് പറയുന്നത്. അതിനൊപ്പം ഒരു ജീവനക്കാരൻ ഇത്തരത്തിൽ ഒരു മറ്റെല്ലാവരും മൂക്കുപൊത്തി നോക്കുന്ന ഒരു ജോലി ചെയ്യാനായി ഇറങ്ങുമ്പോൾ അതിന് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട അധികാരികൾ അവർ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ പല ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരമില്ലാതെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും റെയിൽവേയുടെ ഒരു കരാർ ജീവനക്കാരനാണ് അപകടത്തിൽ പറ്റിയത്. ഇന്നലെ ഈ അപകടം പറ്റിയ സമയത്തൊന്നും റെയിൽവേ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. റെയിൽവേയുടെ അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ ഒരു മനുഷ്യജീവന് എത്രത്തോളം വിലയാണ് നാട്ടിൽ കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് പല തരത്തിലുള്ള വീഴ്ചകൾ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോ ഈ ഇന്നലെ മുതൽ തന്നെ ഈ നഗരസഭയും റെയിൽവേയും തമ്മിൽ ഒരു വാദപ്രതിവാദമൊക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും ഉള്ള സമയമല്ല ഇത്. എങ്കിൽ കൂടി പറയുകയാണ്, എല്ലാവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അപകടം വേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്താൻ, നാട്ടിലേക്ക് എത്താനായി എന്താണെങ്കിലും മാലിന്യ കൂമ്പാരമായ തലസ്ഥാന നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായ ആമി ജംഗ്ഷൻ തോടിൽ വീണുപോയ ജോയിക്കായുള്ള തിരച്ചിൽ അത് 31 മണിക്കൂറും കടന്ന് തുടരുകയാണ്.